നമസ്കാരം. ഡോക്ടർ കൃഷ്ണകുമാർ നല്ല മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്ന പുസ്തകം കേരള യൂണിവേഴ്സിറ്റി FIUGP 2ാം സെമസ്റ്റർ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഈ വർഷം പ്രചോദനാത്മക സാഹിത്യത്തിൻ്റെ പട്ടികയിൽ ഒരു പാഠ്യവിഷയമായി ഈ നാടകം കൊടുത്തിട്ടുണ്ട്. കേരള നവോത്ഥാനത്തിൽ പ്രധാന പങ്ക് വഹിക്കുകയും വിപ്ലവ പ്രസ്ഥാനത്തെ കേരളത്തിൽ ആദ്യമായി അധികാരത്തിലേറ്റാൻ സഹായിക്കുകയും ചെയ്ത ഈ നാടകം രചിച്ചത് തോപ്പിൽ ഭാസി എന്ന അപരനാമത്തിൽ പ്രസിദ്ധനായി തീർന്ന തോപ്പിൽ ഭാസ്കരപിള്ളയാണ്. 1924 ഏപ്രിൽ 8 ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നത്ത് ജനിച്ച തോപ്പിൽ ഭാസി തൻ്റെ 28ാമത്തെ വയസ്സിലാണ് ഈ നാടകം എഴുതുന്നത്. തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ പഠിക്കുന്ന കാലത്ത് വിദ്യാർത്ഥി കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചിരുന്ന ഭാസി പുന്നപ്രവേലാർ സമരത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരനായി മാറി. 1948-52 കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടിരുന്ന കാലത്ത് ഒളിവിൽ കഴിഞ്ഞിരുന്ന തോപ്പിൽ ഭാസി നിരവധി തവണ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെയും അധ്വാനവർഗത്തിൻ്റെയും അവകാശങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച വിപ്ലവകാരിയാണ് തോപ്പിൽ ഭാസി. 1950 ഒളിവിൽ കഴിയുമ്പോഴാണ് അദ്ദേഹം ഈ നാടകം എഴുതുന്നത്. സോമൻ എന്ന പേര് വെച്ചാണ് ഈ നാടകം പ്രസിദ്ധീകരിച്ചത്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം രംഗത്ത് അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തോപ്പിൽ ഭാസി KPSCയുമായി ബന്ധപ്പെടുന്നത്. തുടർന്ന് KPSCയുടെ നെടുംതൂണായി മാറിയ ഭാസി മലയാള നാടകവേദിയെ മാറ്റത്തിൻ്റെ പുതിയ പാതയിലേക്ക് നയിച്ചു. അവരുടെ 18ഓളം നാടകങ്ങളുടെ രചയിതാവും സംവിധായകനുമായി അദ്ദേഹം മാറി. തൻ്റെ നാടകങ്ങൾക്ക് ചലച്ചിത്ര രൂപം നൽകിക്കൊണ്ട് സിനിമാ രംഗത്ത് പ്രവേശിച്ച തോപ്പിൽ ഭാസി 100-ലധികം സിനിമകൾക്ക് തിരക്കഥ രചിക്കുകയും 13 ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും ചെയ്തു. മികച്ച നാടകരചനയ്ക്ക് 2 തവണയും മികച്ച സംവിധാനത്തിന് 3 തവണയും പുരസ്കാരം നേടിയ തോപ്പിൽ ഭാസിക്ക് മലയാള നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രത്യേക പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. 1992 ഡിസംബർ 8 തോപ്പിൽ ഭാസി അന്തരിച്ചു. 11 കഥാപാത്രങ്ങളും 14 രംഗങ്ങളും 16 പാട്ടുകളുമുള്ള ഒരു നാടകമാണ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി. ഇരുണ്ടൊരു കാലത്തിലൂടെ പ്രേക്ഷകരെ നടത്തിച്ച് തെളിച്ചമുള്ളൊരു കാലത്തിൻ്റെ പടിവാതിലേക്ക് എത്തിക്കുക എന്ന ധർമ്മമാണ് ഈ നാടകം പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു തകർന്ന തറവാട്ടിലെ കാരണവരായ പരമപിള്ള ഒരു ഓലയും കൊതുമ്പുമായി വന്ന് ഇതൊന്നെടുത്തിടാൻ ഇവിടെ ആരുമില്ലേ എന്ന് ചോദിച്ച് ഭാര്യയെ ശകാരിക്കുന്ന രംഗത്തോടെ നാടകം ആരംഭിക്കുന്നു. പരമപിള്ള, ഭാര്യ കല്യാണിയമ്മ, കർഷക സംഘം സെക്രട്ടറിയായ മകൻ ഗോപാലൻ, സ്കൂൾ വിദ്യാർത്ഥിയായ മകൾ മീന, അയൽവാസിയും കൂലിവേലക്കാരനുമായ പപ്പു, പാർട്ടി പ്രവർത്തകനും ഗോപാലൻ്റെ സുഹൃത്തുമായ മാത്യു, കർഷക തൊഴിലാളിയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രതിനിധിയുമായ കറുമ്പൻ്റെ മകൾ മാല, ജന്മിയും ക്രൂരനുമായ വലിയ വീട്ടിൽ കേശവൻ നായരുടെ ദുഷ്ടതകളെ എതിർക്കുകയും ഗോപാലനെ സ്നേഹിക്കുകയും ചെയ്യുന്ന അയാളുടെ മകൾ സുമം, കേശവൻ നായരുടെ കാര്യസ്ഥനായ വേലുശാർ തുടങ്ങിയവരാണ് ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾ. 1952 ഡിസംബർ 6 കൊല്ലം ജില്ലയിലെ ചവറ തട്ടാശ്ശേരിയിലെ സുദർശന ടാക്കീസിലാണ് ഈ നാടകം ആദ്യമായി അരങ്ങേറുന്നത്. വിദ്യാസമ്പന്നനായ ഗോപാലൻ അടിച്ചമർത്തപ്പെട്ടവരുടെ പക്ഷത്തു നിന്നുകൊണ്ട് ചൂഷകരായ ജന്മിവർഗത്തിനെതിരെ പ്രതികരിക്കുന്നു. കൊള്ളാവുന്ന ആളുകളെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞ് അച്ഛനായ പരമപിള്ള അവനെ എതിർക്കുന്നു. തൊഴിലാളി വർഗവും അവരുടെ സംഘടനയുമൊക്കെ പരമപിള്ളയ്ക്ക് പുച്ഛമാണ്. കർഷക സംഘം സെക്രട്ടറിയാണ് ഗോപാലൻ. ജാതിമത ചിന്ത വെച്ചു പുലർത്താതെ അയാൾ കീഴാളരെന്ന് മുദ്രകുത്തിയപ്പെട്ടവരുടെ വീടുകൾ കയറിയിറങ്ങുകയും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യും. പിതാവായ പരമപിള്ളയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല. ജന്മിത്വത്തിൻ്റെ ക്രൂരമുഖം വ്യക്തമാക്കുന്ന കഥാപാത്രമാണ് ഇതിലെ കേശവൻ നായർ. അടിയാളനായ കറമ്പൻ്റെ മകൾ ബാലയിൽ കണ്ണുവയ്ക്കുന്ന അയാൾ പലതരത്തിൽ അവളെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടും അവൾ വഴങ്ങുന്നില്ല എന്ന് കാണുമ്പോൾ അവളെയും കുടുംബത്തെയും ഉപദ്രവിക്കാനാണ് ശ്രമിക്കുന്നത്. ഗോപാലനെ ഗൂഢമായി സ്നേഹിക്കുന്ന മാല പിതാവ് കറമ്പനും
തൊഴിലാളി പ്രസ്ഥാനത്തിനോട് അടുപ്പം പുലർത്തുന്നവരാണ്. കറമ്മൻ്റെ ഭാര്യയെ കേശവൻ നായർ അടിച്ചു കൊല്ലുകയായിരുന്നു. ഏത് ചതിവിലൂടെയും പാവങ്ങളെ ചൂഷണം ചെയ്ത് ധനം സമ്പാദിക്കാനും ഏത് ദ്രോഹവും ചെയ്യാൻ മടിയില്ലാത്തവനുമാണ് കേശവൻ നായർ. മാല തനിക്ക് വഴങ്ങാത്തതിലുള്ള വിരോധം നിമിത്തം കറമ്പനെ കള്ളക്കേസിൽ കുടുക്കി അകത്താക്കുന്നു. ജന്മിത്വവും അധികാരവർഗവും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാലത്തെ ഇത് കാട്ടിത്തരുന്നു. ഈ നാടകത്തിൻ്റെ 9ാം രംഗത്തിൽ കേശവൻ നായരുടെ ബംഗ്ലാവിൽ വേലിശാരും കേശവൻ നായരും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. തൻ്റെ മകളായ സുമത്തെ ഏറ്റവും നല്ല നിലയിൽ വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അയാൾ അവൾ കർഷക സംഘം നേതാവായ ഗോപാലനെ സ്നേഹിക്കുന്നത് സഹിക്കാനാവുന്നില്ല. സുമത്തിനയാൾ മറ്റൊരു കല്യാണം ആലോചിക്കുന്നു. എറണാകുളത്ത് വക്കീലായ വലിയ സമ്പന്നനും പ്രമാണിയുമായുള്ള കരുണാകരൻ. സുമം വിവാഹം വേണ്ട എന്ന് കേശവൻ നായരോട് പറയുന്നു. മന്ത്രിമാർ മുഴുവൻ വരും, മുഖ്യമന്ത്രി വരും എന്നൊക്കെ അയാൾ വീമ്പ് പറയുന്നുണ്ട്. എൻ്റെ ഇഷ്ടം കൂടി നോക്കണം എന്ന് സുമം പറയുമ്പോൾ, ഞാൻ നിശ്ചയിച്ചത് ഞാൻ നടത്തും, പെൺപിള്ളാരെ പള്ളിക്കൂടത്തിൽ പഠിക്കാൻ വിട്ടാൽ അഹങ്കാരം വരും എന്ന് അയാൾ പറയുന്നു. എതിർക്കുന്ന അവളെ അയാൾ വഴക്ക് പറയുന്നു. ഈ സമയത്താണ് ഗോപാലൻ അവിടേക്ക് കടന്നു വരുന്നത്. പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കണം എന്ന ആവശ്യവുമായിട്ടാണ് ഗോപാലൻ വലിയ വീട്ടിൽ കേശവൻ നായരെ കാണാൻ എത്തുന്നത്. ആദ്യം കേശവൻ നായർ ഗോപാലനുമായിട്ട് ഉടക്കുന്നു. എന്നാൽ പിരിച്ചുവിട്ടവരെ തിരിച്ചെടുത്തില്ലെങ്കിൽ തൊഴിലാളികൾ പണിമുടക്ക് നടത്തും എന്ന് ഗോപാലൻ പറയുമ്പോൾ അയാൾ അയഞ്ഞു വരുന്നു. ഗോപാലനെ ജാതി സ്നേഹം പറഞ്ഞ് സ്വാധീനിക്കാൻ കേശവൻ നായർ ശ്രമിക്കുന്നു. ഗോപാലൻ വഴങ്ങുന്നില്ല എന്ന് കാണുമ്പോൾ വീണ്ടും ദേഷ്യത്തോടെ ചീത്ത വിളിക്കുന്നു. ഇതിനിടയിലേക്ക് സുമം കയറി വരികയും കേശവൻ നായർ സുമത്തെയും ചീത്ത വിളിക്കുന്നു. ഈ നാടകത്തിൻ്റെ 10ാം രംഗത്തിൽ പരമപിള്ളയുടെ വീട്ടിൽ എല്ലാവരും വിഷണ്ണരായി ഇരിക്കുന്നു. കേശവൻ നായർ ചതിച്ച് തൻ്റെ വസ്തുവും വീടും കൈക്കലാക്കിയത് പരമപിള്ള മനസ്സിലാക്കുന്നത് ഈ രംഗത്താണ്. വീടൊഴിഞ്ഞു കൊടുക്കാൻ വക്കീൽ നോട്ടീസ് കിട്ടുമ്പോൾ ആ കുടുംബം ആകെ തകർന്നു പോകുന്നു. കല്യാണിയമ്മ നിലവിളിക്കുന്നു. പപ്പു കർഷക സംഘം സെക്രട്ടറി ആയിട്ടുള്ള ഗോപാലനെ ചെന്ന് കാണാൻ പരമപിള്ളയോട് പറയുന്നു. തെങ്ങിന് നമ്പരിടാൻ വന്ന വലിയ വീട്ടിൽ കേശവൻ നായരുടെ ആളുകളും കല്യാണിയമ്മയും തമ്മിൽ വഴക്കുണ്ടാകുകയും ദേഷ്യവും സങ്കടവും സഹിക്കവയ്യാതെ അവർ വെട്ടുകത്തിയുമായി ഇറങ്ങി അവരെ ആട്ടി ഓടിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ മീന കരഞ്ഞുകൊണ്ട് ഓടി വന്ന് ചേട്ടനെ ആരാണ്ടെല്ലാം കൂടി അടിച്ചു എന്ന് പറയുന്നു. കല്യാണിയമ്മ നിലവിളിക്കുന്നു. കേശവൻ നായരുടെ ഗുണ്ടകളാണ് അടിച്ചതെന്ന് പറയുമ്പോൾ പരമപിള്ള ക്രുദ്ധനായി എൻ്റെ കൊച്ചിനെ അടിച്ചവനെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് വെട്ടുകത്തി എടുക്കുന്നു. അവനെന്നെ തെണ്ടിച്ചു, എൻ്റെ കുടുംബം നശിപ്പിച്ചു എന്ന് പറഞ്ഞു കേശവൻ നായരെ കൊല്ലാനായി പോകാൻ തുടങ്ങുന്നു. പപ്പു പരമപിള്ളയെ പിടിച്ചു നിർത്തുന്നു. ജന്മിത്വത്തെ ആരാധിച്ചിരുന്ന പരമപിള്ളയുടെ മനസ്സിൽ അവരോടുള്ള എതിർപ്പ് ശക്തമാക്കാൻ തുടങ്ങുന്നത് ഈ രംഗം മുതലാണ്. നാടകത്തിൻ്റെ 11ാം രംഗത്തിൽ കറമ്പൻ്റെ കുടിലാണ് കാണിക്കുന്നത്. അടികൊണ്ട് പരിക്കേറ്റ ഗോപാലൻ കഴിയുന്നത് കറമ്പൻ്റെ കുടിലാണ്. ഈ കറമ്പൻ്റെ കുടിലേക്ക്
പരമപിള്ളയും കല്യാണിയമ്മയും മീനയും പപ്പുവും കൂടി പോകുന്നു. മാടത്തിലെത്തി ഗോപാലനെ കാണാൻ അകത്തേക്ക് കയറാൻ തുടങ്ങി മീനയെ പരമപിള്ള തടയുന്നു. ഒടുവിൽ അവൾ അച്ഛൻ്റെ കൈപിടിച്ച് അകത്തേക്ക് കയറുമ്പോൾ പരമപിള്ള ആരും കേൾക്കാതെ ഭാര്യയോട് പറയുന്നു, പെണ്ണിനെ അടിച്ചു നനച്ച് കുളിപ്പിച്ചിട്ടേ കയറ്റാവൂ. ഇത് കേട്ട് കല്യാണിയമ്മയ്ക്ക് ദേഷ്യം വരുന്നു. എൻ്റെ കുഞ്ഞിനേക്കാൾ വലുതാണോ നിങ്ങളുടെ തീടലും തൊടിയിലും എന്നവർ ചോദിക്കുന്നു. കുടിലിന് പുറത്തിറങ്ങി ഗോപാലനെ എല്ലാവരും കാണുന്നു. കല്യാണിയമ്മ വീട്ടിൽ നിന്ന് ഇറക്കാൻ കേശവൻ നായർ വക്കീൽ നോട്ടീസ് അയച്ച കാര്യം ഗോപാലനോട് പറയുന്നു. കർഷക സംഘത്തിലേക്ക് ഒരു അപേക്ഷ കൊടുക്കാനാണ് ഗോപാലൻ പറയുന്നത്. ഇന്നത്തെ മീറ്റിങ്ങിന് പരമപിള്ളയും അമ്മയും കൂടി വരാൻ ഗോപാലൻ അച്ഛനോട് പറയുന്നുണ്ട്. മാലയുടെ തോളിൽ പിടിച്ചുകൊണ്ട് ഗോപാലൻ മുടന്തി മുറ്റത്തെ ബെഞ്ചിൽ വന്ന് ഇരിക്കുന്ന ചിത്രത്തോടെ ഈ നാടകത്തിലെ 12ാം രംഗം ആരംഭിക്കുന്നു. രണ്ടുപേരുടെയും മുഖം വിഷാദഭരിതമാണ്. മാല തന്നെ സ്നേഹിക്കുന്ന കാര്യം ഗോപാലൻ അറിഞ്ഞു എന്നത് ആ മുഖഭാവങ്ങൾ കൊണ്ട് വ്യക്തമാണ്. നീ എന്നോട് ക്ഷമിക്കുമോ? ഞാൻ തെറ്റ് ചെയ്തു. എനിക്ക് നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നീ എന്നെ മറക്കണം എന്ന് ഗോപാലൻ മാലയോട് പറയുന്നു. തൻ്റെ ഹൃദയവേദന മുഴുവൻ അടക്കിപ്പിടിച്ചുകൊണ്ട് സഖാവെന്നോട് തെറ്റൊന്നും ചെയ്തില്ലല്ലോ എന്നാണ് മാല മറുപടി പറയുന്നത്. ഈ സമയം മാത്യു വളരെ ഉല്ലാസത്തോടു കൂടി അവിടേക്ക് എത്തിച്ചേരുന്നു. പരമപിള്ളയിൽ വന്ന മാറ്റവും സുമം പ്രസ്ഥാനത്തിനു വേണ്ടി നടത്തിയ ഗംഭീരമായ പ്രസംഗവുമൊക്കെ അയാൾ ഗോപാലനോട് വിവരിക്കുന്നു. എന്നാൽ ഇതൊന്നും കേട്ടിട്ടും അതിൽ ശ്രദ്ധിക്കാതെ വിഷണ്ണനായിരിക്കുന്ന ഗോപാലനെ കാണുമ്പോൾ അയാൾ സുമവുമായിട്ടുള്ള കല്യാണം വളരെ വേഗം നടത്തണം എന്ന് പറയുന്നു. ഗോപാലൻ വേണ്ട എന്നാണ് പറയുന്നത്. കാരണം ചോദിച്ചപ്പോൾ ഞാൻ മാലയെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന ഞെട്ടിക്കുന്ന മറുപടിയാണ് ഗോപാലൻ കൊടുക്കുന്നത്. ഇത് കേട്ട് മാല പൊട്ടിക്കരയുന്നു. നാടകത്തിൻ്റെ 13ാം രംഗത്തിൽ രോഷാകുലനായ കേശവൻ നായരെയാണ് നമ്മൾ കാണുന്നത്. കറമ്പൻ്റെ മാടം പൊളിച്ചു കളയാൻ പറ്റാത്തതിലും പപ്പുവിൻ്റെ നിലം ഒഴിപ്പിക്കാൻ കഴിയാത്തതിലും അയാൾ വേലുശാരുമായി കയർക്കുന്നു. ആകെ ഭ്രാന്തളകിയ മറ്റിൽ വേലുശാരോട് തൻ്റെ മകളെ കൊണ്ട് ഇന്ന് ഞാൻ പാർട്ടിയിൽ നിന്നും രാജിവെപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സുമത്തെ വിളിക്കുന്നു. സുമം തയ്യാറല്ല എന്നറിയുമ്പോൾ ഞാൻ ഈ കള്ളത്തരത്തിൽ സമ്പാദിച്ചതൊക്കെ ആർക്കു വേണ്ടിയാണെന്ന് അവളോട് ചോദിക്കുന്നു. മകൾ ഒരു തലത്തിലും വഴങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അയാളുടെ സ്വരമാകുന്നു. നിൻ്റെ അമ്മയുടെ പിറകെ നീയും പോകും. എൻ്റെ സ്വാതന്ത്ര്യത്തെ എതിർത്തതിനാലാണ് അവൾ മരിച്ചതെന്ന് അയാൾ പറയുന്നു. എന്നിട്ട് മകളെ കസേരയെടുത്ത് അടിക്കാനായി തുനിയുമ്പോൾ ആ സമയം അവിടേക്ക് കടന്നു വന്ന പപ്പു കേശവൻ നായരെ തടയുകയും സുമത്തെ രക്ഷപ്പെടുത്തി പപ്പുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഈ നാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും അവസാനത്തേതുമായ രംഗമാണ് 14ാം രംഗം. പരമപിള്ളയും പപ്പുവും കൂടി സുമത്തിൻ്റെ കാര്യം സംസാരിച്ചിരിക്കുന്നു. പപ്പുവിൻ്റെ വീട്ടിലാണ് സുമം താമസിക്കുന്നത്. സുമവും ഗോപാലനും തമ്മിലുള്ള ഇഷ്ടത്തെക്കുറിച്ചും വിവാഹം നടത്തി കൊടുക്കുന്നതിനെക്കുറിച്ചുമൊക്കെ പപ്പു പരമപിള്ളയോട് പറയുന്നു. അവിടെ ഉണ്ടായിരുന്ന മാത്യുവും ഇതിനെ പിന്തുണയ്ക്കുന്നു. ഈ വിവാഹം വേഗത്തിൽ നടത്തണമെന്ന് മാത്യു പരമപിള്ളയോട് പറയുന്നു. നേരം നോക്കൽ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ വിവാഹത്തിന് വേണമെന്ന് പരമപിള്ള ആവശ്യപ്പെടുന്നു. വിവാഹം നടത്തിയതിൻ്റെ പേരിൽ ഒരുപാട് കുടുംബങ്ങൾ നശിച്ചു പോയെന്നും അതിനാൽ സുമത്തിൻ്റെയും ഗോപാലൻ്റെയും വിവാഹം നമുക്കൊരു മാതൃകയായി നടത്തണമെന്നും മാത്യു അഭിപ്രായപ്പെടുന്നു. അവൻ്റെ തലയ്ക്കകത്തൊരു മന്ദതയുള്ളത് മാറിയോ എന്ന് പരമപിള്ള ചോദിക്കുമ്പോൾ
അത് സുമത്തിൻ്റെ കാര്യമോർത്തായിരുന്നു എന്നാണ് മാത്യു പരമപിള്ളയോട് പറയുന്നത്. എന്നാൽ മാലയുടെ സ്നേഹത്തെക്കുറിച്ച് ഓർത്തായിരുന്നു എന്ന് മാത്യുവിന് നന്നായി അറിയാമായിരുന്നു. അപ്പോൾ പപ്പു പറയുന്നുണ്ട്, ഇന്നലെ വെളുക്കും വരെ മാത്യു സഖാവുമായി സംസാരിച്ച് ആ മന്ദതയെല്ലാം മാറി ഇപ്പോൾ ഗോപാലൻ ഉഷാറായി എന്ന്. ഇവിടെ മാലയുടെ സ്നേഹത്തെക്കുറിച്ച് മാത്യുവിനും ഗോപാലനും മാലയ്ക്കുമല്ലാതെ മറ്റൊരാൾക്കും അറിവില്ലായിരുന്നു. ഈ സമയത്താണ് സഖാവെ എന്ന് വിളിച്ചുകൊണ്ട് കറമ്പൻ ആ രംഗത്തേക്ക് വരുന്നത്. പരമുള്ള വളരെ സ്നേഹത്തോടു കൂടി അകത്തേക്ക് കയറുക കറമ്പ എന്ന് പറഞ്ഞ് അടുത്തു ചെന്ന് അയാളുടെ തോളിൽ തലോടി വിശേഷം ചോദിക്കുന്നു. ജാഥ തുടങ്ങാൻ സമയമായെന്ന് പപ്പു അറിയിക്കുന്നു. ഇന്നത്തെ ജാഥയിൽ കൊടിയും പിടിച്ച് മുന്നിൽ പരമപിള്ള നിൽക്കണമെന്ന് പപ്പു അഭിപ്രായപ്പെടുന്നു. അപ്പോൾ നിങ്ങളെല്ലാം കൂടി എന്നെ അങ്ങ് കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പരമപിള്ള പറയുന്നു. ജാതി മത വർഗ ചിന്തകൾ വെടിഞ്ഞ് പൂർണ്ണനായി മാറുന്ന ഒരു പരമപിള്ളയെ നമുക്ക് ഈ അവസാന രംഗത്ത് കാണാം. ഞങ്ങളല്ല, അനുഭവങ്ങളാണ് എന്നാണ് മാത്യു ഇതിന് മറുപടി പറയുന്നത്. ജാഥയിൽ പങ്കെടുക്കാനായി ഗോപാലൻ എത്തുമ്പോൾ പ്രകടനം ഞങ്ങൾ നടത്തിക്കൊള്ളാം, ഇപ്പോൾ ഈ മുറിവുകൾ കഴിഞ്ഞിട്ട് നീ ഇറങ്ങിയാൽ മതി എന്നാണ് അച്ഛനായ പരമപിള്ള അവനോട് പറയുന്നത്. എൻ്റെ മുറിവ് കരിയുകയാണച്ച, നമ്മുടെ എല്ലാം മുറിവുകൾ കരിയുകയാണ് എന്ന് ഗോപാലൻ പറയുന്നു. മാല അപ്പോൾ ചെങ്കൊടിയുമായിട്ട് പ്രവേശിക്കുന്നു. പരമപിള്ള ആവേശത്തോടെ ആ കൊടിയും കൊട്ടൊന്ന് വാങ്ങിയിരടാ മാലയോടായിട്ട്, ആ കൊടിയും കൊട്ടൊന്ന് താമോളെ, ഇതെനിക്കൊന്ന് പിടിക്കണം, ഇതെനിക്കൊന്ന് പൊക്കി പൊക്കി പിടിക്കണം എന്ന് പറയുമ്പോൾ പുറത്ത് ഗംഭീരമായ മുദ്രാവാക്യം വിളി മുഴങ്ങുന്നു. ആർത്തിരമ്പി വരുന്ന ഒരു ഘോഷയാത്രയുടെ ആരവം കേൾക്കുന്നു. എല്ലാവരും മുദ്രാവാക്യം ഏറ്റുവിളിക്കുന്നതോടെ ഈ നാടകം അവസാനിക്കുന്നു. തുടർന്നും ഇത്തരത്തിലുള്ള റിവ്യൂ വീഡിയോകൾ ലഭ്യമാകുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.